ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് ജാക്ക്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന സ്റ്റാർ ബോയ് സിദ്ധു ജനലാക്കട്, വൈഷ്ണവി ചൈതന്യ, പ്രകാശ് രാജ്, രാഹുൽ ദേവ്, സുബ്ബരാജ്, ഷബീർ കിലറിക്കൽ എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഭാസ്കർ എന്ന് പറഞ്ഞ ഒരാളാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന SVCC അഥവാ ശ്രീ വെങ്കടേശ്വര സിനി ചിത്ര പ്രൊഡക്ഷൻസാണ്. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് അച്ചു രാജാമണി, അത് എനിക്ക് അറിഞ്ഞൂടാ. അവരാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. BGM ചെയ്തിരിക്കുന്നത് സാം CS ആണ്. ഇത് എത്രത്തോളം സത്യമാണ് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ വിജയ് കെ ചക്രവർത്തി അങ്ങനെ എന്തൊരു ആഴമാണ്. എന്തിനാ ചക്രവർത്തിയാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. അവരങ്ങനെ ഒരാളാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്ത് വെച്ചിരിക്കുന്നത് എഡിറ്റഡ് ബൈ നവീൻ ഞൊള്ളി. തെലുങ്കിൽ എല്ലാ മസാല പടങ്ങളുടെയും എഡിറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. അതുകൊണ്ട് സ്റ്റണ്ട് ചെയ്തിരിക്കണം ആരാന്ന് പറഞ്ഞോട്ടോ, എനിക്ക് അതിനെക്കുറിച്ച് ബോധമില്ല, സോറി. ഇത്ര ആളുടെ എന്തായാലും പാട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വാഞ്ഞപ്പടം. ഇതിൽ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇവർ റോയിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മീൻസ് റോ ഇങ്ങനെയാണെന്നൊക്കെ. മീൻസ് അത് നമ്മളിപ്പോൾ പഠാൻ, വാർ, ടൈഗർ 3, ടൈഗർ എന്താണ് ടൈഗർ സിന്ദ, സ്പൈ അങ്ങനത്തെ പടങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള റോയിനെ കുറിച്ച് നമ്മൾക്ക് കുറച്ച് സിനിമകളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അത് മാത്രമാണ്. പിന്നെ BGM അത്യാവശ്യം നൈസായിരുന്നു, പാട്ടും നൈസായിരുന്നു. വേറൊരു പോസിറ്റീവും ഇല്ല സിനിമയിൽ. ബാക്കി എല്ലാ നെഗറ്റീവ്സാണ്. പെർഫോമൻസ് വോയിസൊക്കെ പൊടിഞ്ഞ് കയറും, അമ്മാതിരി ടോർച്ചറാണ്. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ തെലുങ്കിൽ 2022 അഖിലക്കിനെയും മമ്മൂക്കയും ദിനോമോറിയെയും സാക്ഷിവേദിയും കൂടി ഒരുമിച്ച് അഭിനയിച്ച ഏജൻറ് എന്ന് പറയുന്ന ഒരു പാടമുണ്ട്. ഇതിനിടയ്ക്ക് എന്തുവാണ് ഇതിന് ഓടിയിട്ടൊക്കെ വന്നത്. ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ട് പെട്ടുപോയതാണ്. ഒരു പടമായിരുന്നു ആ സിനിമയിൽ. എനിക്ക് ആകെ ഒരു ഞാൻ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് വില്ലൻ ക്യാരക്ടറാണ്. അങ്ങനെ ഇൻട്രോ ഷോ ആയിരുന്നു, എന്നാലും ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം ആ പടത്തിൻ്റെ സ്റ്റോറി തന്നെയാണ് ഇതിൻ്റെയും. അതേപോലെ തന്നെയാണ് പഠിച്ചു വച്ചിരിക്കുന്നത്. സ്ക്രീൻ പ്ലേയും അത് തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏജൻറ് സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ അവസാനം ആവുമ്പോൾ മരിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഈ പടത്തിൽ ആ ഒരു ക്യാരക്ടർ മരിച്ചു പോകുന്നില്ല. മമ്മൂക്കയുടെ മീൻസ് അതിൽ മമ്മൂക്ക എന്ത് ക്യാരക്ടറാണോ ചെയ്തത്, ആ ക്യാരക്ടർ ഇതിൽ ചെയ്തിരിക്കുന്നത് പ്രകാശ് രാജാണ്. പിന്നെ അതിൽ അഖിലേഖനെ ചെയ്ത ക്യാരക്ടർ ഇതിൽ സിദ്ധു ജനലാക്കഡയാണ്. പിന്നെ സാക്ഷി വൈദ്യ ചെയ്ത ക്യാരക്ടർ അതിൽ സാക്ഷി വൈദ്യയായിരുന്നു കേട്ടോ നായിക. അപ്പോൾ അവർ ചെയ്ത ക്യാരക്ടർ വൈഷ്ണവ് ചൈതന്യക്ക് കൊടുത്ത്. വൈഷ്ണവി ചൈതന്യ. പിന്നെ വൈഷ്ണവി ചൈതന്യ ആരാന്ന് ചോദിച്ചാൽ, നമ്മുടെ ആലവൈകുണ്ഠപുരമുല്ലു എന്ന് പറയുന്ന ഒരു അല്ലു അർജുൻ്റെ ഒരു മാസ് ഫാമിലി എൻ്റർടൈനറുണ്ട്. അത് ഡയറക്ടർ ത്രിവിക്രം സിനിമാസ്. ആ പടത്തിൽ സ്റ്റോറി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. എന്താണെന്ന് വെച്ചാൽ, അതിൽ മുരളി ശർമ്മയുടെ ക്യാരക്ടർ, മീൻസ് വാൽമീകി എന്ന് പറയുന്ന ക്യാരക്ടറിന് 2 മക്കളുണ്ടാവും. ഒരു മകനെ അവരുടെ ശത്രു, മീൻസ് അയാൾക്ക് ഈഗോൻ്റെ പ്രശ്നമുള്ളതായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജയറാൻ്റെ മാനായിട്ടുള്ള അല്ലു അർജുൻ ഇങ്ങനെ വളർത്തും, ഇങ്ങേരുടെ മാനെ അങ്ങോട്ടേക്ക് വിടും. പക്ഷേ ഇവർക്ക് ആർക്കും അറിഞ്ഞു. പക്ഷേ ഇവരറിയുന്നത് ശരിക്കും ജയറാം പോറ്റി വളർത്തിയത് മുരളി ശർമ്മയുടെ മാനാന്നുള്ളത് അവന് മീൻസ് ജയറാമേട്ടന് മനസ്സിലാവണം അവസാനമാകുമ്പോഴാണ്. അപ്പോൾ ആ സിനിമയിൽ ഇയാൾക്ക് ഒരു മാളുണ്ടാകും, മീൻസ് മുരളി ശർമ്മയ്ക്ക്. ആ മാളായിട്ട് അഭിനയിച്ച പെണ്ണാണ് ഈ വൈഷ്ണവി ചൈതന്യ. അവരുടെ
വേറെ പടം ഞാൻ എൻ്റെ മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല. അപ്പം ആ പടത്തിൽ നിന്ന് അടിച്ച് മാറ്റി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ കൊച്ചിൻ്റെ വേറെ പടം ഞാൻ കണ്ടിട്ടില്ല, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഡിനോമാറയുടെ ക്യാരക്ടർ ഇതിൽ ചെയ്യണം രാഹുൽ ദേവാണ്. രാഹുൽ ദേവ് മീൻസ് നമ്മുടെ വേതാളം സിനിമയിലെ വില്ലനിലിട്ട് അങ്ങേര് റിസോർട്ടും എനിക്കറിയാൻ വയ്യത്തുള്ളൂ. ഇങ്ങനത്തെ ക്യാരക്ടർ ആരെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ ചെയ്ത് കളയും. ഒന്നും മനസ്സിലാവണില്ല. പിന്നെ സിദ്ധജനലേഖയുടെ വെറുപ്പീരും മറ്റേതിൽ അഖിലക്കിനെ എന്ത് വെറുപ്പീരായിരുന്നു, അതിനെക്കാട്ടും റൊമാൻസ് വെറുപ്പിക്കല് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ സ്ക്രീൻ പ്ലേ സ്റ്റോറി ഒരു വഴി, സ്ക്രീൻ പ്ലേ വേറൊരു വഴിക്കാണ് വേണത്. പിന്നെ സ്ക്രീൻ പ്ലേ ഇങ്ങനെ നന്നായിരുന്നെങ്കിൽ ഈ അൺലോജിക് ഫൈറ്റ് സീക്വൻസൊക്കെ നമുക്ക് അങ്ങ് വിട്ട് കളയായിരുന്നു, ശ്രദ്ധിക്കാതെ പോകായിരുന്നു. പക്ഷേ ഈ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് ഒരു വഴി, സ്റ്റോറി വേറെ വഴിയാണ് പോണത്. അതാണ് ഈ പടത്തിൻ്റെ അവസ്ഥയും. പിന്നെ ജനലയുടെയും വൈഷ്ണവിയുടെയും ഒരു കെമിസ്ട്രി ഉണ്ട്, അതൊന്നും വർക്കാണോ പോലും ഇല്ല. പിന്നെ ഷബീറുടെ ഞങ്ങൾ അറിയാതിരിക്കണം. ഇപ്പോൾ കിങ് ഓഫ് കത്തയിൽ വില്ലനിലൂടെ അങ്ങേരി ഇതിലെന്തരൊക്കെയാ കാട്ടി കൂട്ടിയിട്ടുണ്ട്. മറ്റേ നാസാമിരങ്കയാളിലും അങ്ങനെ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് നാസാമിരങ്ക മീൻസ് പൊരിഞ്ചുമറിയൻ ജോസിൻ്റെ തെലുങ്ക് റീമേക്കാണ്, അതിൽ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. ആ പടത്തിൽ എന്ത് ക്യാരക്ടറാണോ ഷബീർ ചെയ്തത് അത് മാതിരി എന്ന പടച്ചു വെച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. എന്നാടാ പണി വെച്ചെടുക്കുക എന്നാണ് ചോദിക്കാൻ തോന്നിയത് 100%. പിന്നെ സിനിമാറ്റോഗ്രഫി ഞാൻ പറഞ്ഞില്ല, എന്തൊരു ചക്രവർത്തിയാണ് ഞാൻ, ഇതാണ് വിജയിക്ക ചക്രവർത്തി അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങാരുടെ സിനിമാറ്റോഗ്രഫി പോരാ, നമ്മൾ വിചാരിച്ചില്ല അത്രയും പോരാ. മറ്റേ ഡെഫിനിഷൻ മറ്റേ ഡ്രോയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നിങ്ങളൊരു കുറച്ച് വിഷ്വൽസ് കാണിച്ചില്ല, അതൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പക്ഷേ മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ നോട്ട് വെരി വെൽ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ എഡിറ്റിങ് കഷ്ടം തള്ള സഹിക്കൂല, അമ്മാതിരി വൃത്തികെട്ട എഡിറ്റിങ്. പിന്നെ ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം, എന്താണെന്ന് വെച്ചാൽ ഈ വർഷം എനിക്ക് ആവറേജ് ആയിട്ടുള്ള ഫിലിംസും തോന്നിയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹോസ്റ്റായിട്ട് ഫീൽ ചെയ്ത സിനിമ എന്ന് പറയുന്നത് ലൈല എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് റഹ്മാൻ്റെ സ്പൂഫാണ്, അത് വേറെ സ്പൂഫായിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് ഫീൽ ചെയ്തത്, ചില സീൻസിൽ മാത്രം. അപ്പോൾ സന്നക്കാട്ടും വോസ്റ്റാണ് ഈ സിനിമ. അതുകൊണ്ട് ഈ വർഷത്തെ വോസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് എന്തായാലും ജാക്ക് വെക്കും, ഇൻ മൈ ഒപ്പീനിയൻ. ഇനി വേറെ ആരെങ്കിലും വെക്കുമോ എന്നുള്ളത് ഈ വർഷം തീരുമ്പോൾ നമുക്ക് നോക്കാം എന്ന് മാത്രമേ ഞാൻ പറയണു. എന്തായാലും കണ്ടു നോക്കണേ, ആഗ്രഹമുണ്ടെങ്കിൽ. ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത് കേട്ടോ സിനിമ. പിന്നെ പടത്തിൻ്റെ ഫാദം തൊട്ട് അവസാനം ഞാൻ പിന്നെ പറഞ്ഞല്ലേ, ഈ റോയിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ക്ലൈമാക്സ് അതിന് ശേഷം ഒരു സീൻ എനിക്ക് അത്ര എൻഗേജ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ക്ലൈമാക്സ് എന്നതാ പണി വെച്ചെടുക്കുന്നത് 100% പറയാൻ തോന്നിപ്പിക്കുന്നൊരു ക്ലൈമാക്സ്. അവസാനം അല്ല, പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളൂ, നരേഷ് ഏട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നരേഷ് മീൻസ് നമ്മുടെ കൂടുതൽ സിനിമകളിലും അപ്പൻ ക്യാരക്ടറൊക്കെ, നായകൻ്റെ അപ്പൻ അല്ലെങ്കിൽ നായകയുടെ അപ്പൻ, അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങേരി ഈ പടത്തിൽ അമ്മ ചെറുപ്പിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. അയാളുടെ ക്യാരക്ടറൊക്കെ കണ്ട പെർത്തു, അങ്ങനെയൊക്കെയാണ് ചെയ്യണം. പിന്നെ സുബ്ബരാജ് എന്ന ക്യാരക്ടർ നല്ല സിന്ധുവിൻ്റെ ഫ്രണ്ടാണ് ഈ സിനിമയിൽ. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ ഞാൻ എന്ത് പറഞ്ഞാലും ചെയ്ത് വിടുകയും അങ്ങനത്തെ ഒരു ക്യാരക്ടർ.
പക്ഷേ എന്തിനു യൂസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് എന്നാണ് എൻ്റെ ഒരു തോന്നിയത്. അമ്മ ഇതൊരു കൂടെ പ്ലാൻസ് ചെയ്യണം, മര്യാദ ചെയ്യണം. അടി വാങ്ങിക്കാനാണെങ്കിൽ ഇത് മറ്റേ ഇടിയൻ ചന്തുവിൻ്റെ പിന്നെ സിദ്ധുവിൻ്റെ അണ്ണൻ്റെ ഇത്ര ഞാൻ പറഞ്ഞല്ലേ ഈ സിനിമയിൽ അത്യാവശ്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളതായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഏജൻറ്റിൻ്റെ സ്റ്റോറി വൈസ് ഉണ്ടെങ്കിൽ പോലും സിദ്ധു ജനലയുടെ ക്യാരക്ടർ അഖില ഏജൻറ്റ് സിനിമയിൽ അഖിലാക്കിനയുടെ ക്യാരക്ടർ മാത്രമായിട്ട് സാമ്യം വരുന്ന ആളല്ല. മീഡിയൻ ചന്തുവിൽ എന്താണ് പേര് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ക്യാരക്ടറായിട്ട് അത്യാവശ്യം സാമ്യം വരുന്നത്. കാരണം അത്യാവശ്യം സാമ്യം വരുന്നുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ചെടിയൻ ചന്തു സിനിമയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അടി വാങ്ങിക്കുന്നതിനെക്കാട്ടും കൂടുതൽ തല്ല് കൊള്ളുക ചെയ്തിട്ടുള്ളത്. അത് മാതിരി തന്നെയാണ് ഇതിലും കാണിച്ച് ചെയ്യണത്. അതുകൊണ്ട് ആണ് അത് ഞാൻ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വിചാരിക്കുന്നത്. പിന്നെ അതിൽ എനിക്ക് ഹൈലൈറ്റഡ് നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ വൈഷ്ണവ് ചൈതന്യ ഒരു സീക്രട്ട് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയിൽ ജോലി ചെയ്യണമായിരിക്കും, മീൻസ് പ്രൈവറ്റ്. അതിൻ്റെ പേരാണ് ക്യാറ്റ്. എന്നിട്ട് ഇവന്മാർ പക്ഷേ അവിടെ ഒരു ക്യാറ്റ് പോലും ഇല്ല. ബ്രഹ്മാജി ആണ് എൻ്റെ ഏഴല്ല ഹെഡ്. അങ്ങേര് ബ്രഹ്മാജി എന്ന് പറഞ്ഞാൽ മറ്റേ പുഷ്പ 2 ഉണ്ട്, പുഷ്പ 1 ഉണ്ട്. നമ്മുടെ ഫഹദ്വാസിൻ്റെ കൂടെ നടക്കുന്ന കോൺസ്റ്റബിൾ അങ്ങേരാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങേരെ കണ്ടാൽ ഇത് ഹെഡാണോ അല്ലെങ്കിൽ വല്ല പിച്ചക്കാരനാണോ എന്ന് ചോദിക്കേണ്ടി വരും. അമ്മാതിരി കോസ്റ്റ്യൂമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വന്ന സഹിക്കണതിൻ്റെ അപ്പുറം അവിടെ. പിന്നെ അങ്ങേരുടെ അഭിനയം ഒരു പീര് എന്ന കഷ്ടം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. എൻ്റെ പൊന്നി സിദ്ധു ജനല കണ്ടാണ് ഞാൻ മുമ്പ് കണ്ടിരിക്കണത് DJ ടില്ലുവും DJ ടില്ലു 2 ആണ്. ഇനി 3 വരാനുണ്ട്. എന്തായാലും വേഗം ഇറക്കി വിട് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ മറ്റേ മിസ്റ്റർ ബച്ച് എന്ന് പറഞ്ഞ സിനിമ ക്യാമറയുടെ വെഞ്ചില്ല, അതും അത്യാവശ്യം നൈസാണ്. സിനിമ നൈസായിരുന്നൊന്നുമല്ല, ആ സിനിമയിൽ ക്യാമറ നൈസായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ പടം നൈസാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ പടം വേർസ്റ്റ് പടമാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആ സിനിമയിൽ ക്യാമറ അത്യാവശ്യം നൈസായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇനി തെലുസക്കത്ത എന്ന് പറയുന്ന സിനിമ വരാനുണ്ട് ഈ വർഷമാണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ കോഹിന്നൂർ എന്ന് പറയുന്നൊരു പടം ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. അതും അത്യാവശ്യം നൈസായിട്ട് വരട്ടെ. പിന്നെ DJ ടില്ലു 3 എപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 3 പടം വേഗം ഇറക്കി വിടി. കംബാക്കിൻ്റെ കാത്തിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ടില്ലുവിന് DJ ടില്ലുവിന് അതിന് മുമ്പ് ഏതൊക്കെ പടമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം. അത് എന്തെങ്കിലും നടന്ന് കാണട്ടെ, കണ്ട് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. എന്താ പറഞ്ഞോട് തൽക്കാലത്തേക്ക് ഞാനിവിടെ നിന്ന് ബൈ അടിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ഡെൽറ്റ.